ഹായ്, ഞാൻ ഡോക്ടർ അനു എലിസബത്ത്, തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ് ആൻഡ് കാറ്ററാക്ട് സർജൻ ആണ്. വേൾഡ് ഡയബറ്റീസ് ഡേ ആണ് November 14th. സോ ഡയബറ്റീസിന്റെ കണ്ണിൻ്റെതായ ആസ്പെക്ട് പറയുവാണെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ എന്ന് അറിയാനായിട്ടുള്ള പരിശോധനകൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ ഒരു കാഴ്ച പരിശോധന ചെയ്യണം. ചെറിയ രീതിയിലുള്ള കാഴ്ചമങ്ങലാണെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്താലായിരിക്കും അത് അറിയാൻ സാധിക്കുക. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ണിന്റെ ഞരമ്പ് നേരിട്ട് ഡോക്ടർ പരിശോധിക്കുന്നതാണ്. ആ പരിശോധന വഴി നമുക്ക് ഡയബറ്റീസ് ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതുകൂടാതെ കണ്ണിൽ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രൊളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അത് അഡ്വാൻസ്ഡ് സ്റ്റേജസ് ആണ്. സോ അങ്ങനെ ഏത് ഗ്രേഡ് ആണ് എന്നുള്ളത് കണ്ണിൽ മരുന്നൊഴിച്ചുള്ള ഞരമ്പ് പരിശോധനയിലൂടെയാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇത് കൂടാതെയുള്ള സ്കാനിങ് ആണ് OCT സ്കാനിങ്. അത് കൂടാണ്ട് FFA എന്ന് പറയുന്ന സ്കാനിങ്ങും ഉണ്ട്. ഇതെല്ലാം കണ്ണിൽ ഞരമ്പിൽ നീരുണ്ടോ എന്നൊക്കെ നോക്കുന്ന സ്കാനിങ്ങുകളുമാണ്. ഇതെല്ലാം ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകളാണ്. ഇനി എന്തൊക്കെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിലുള്ള ചികിത്സകൾ? മെയിനായിട്ടും കണ്ണിന്റെ ഞരമ്പിൽ നീരുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. നീരുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ, കണ്ണിന്റെ ഞരമ്പിലേക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ ആണ് അതിന്റെ ഒരു മെയിൻ ട്രീറ്റ്മെന്റ്. പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം അതിന്റെ മോളിക്യൂളിനനുസരിച്ച് ചെറിയ അതിന്റെ എഫക്ട്സിൽ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ബേസിക്കലി ഇഞ്ചക്ഷൻ ചികിത്സയാണ് വരുന്നത്. ഇനി ഞരമ്പിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചികിത്സയോടൊപ്പം തന്നെ ആ ബ്ലീഡിംഗ് എടുത്തു മാറ്റുന്ന സർജറിയും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പിന്നെ കണ്ണിൽ ലേസർ അടിച്ച് കണ്ണിന്റെ ഞരമ്പിലേക്കുള്ള ഓക്സിജനേഷൻ ബെറ്റർ ആക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ലേസർ അടിക്കുക എന്നുള്ളത്. അതും ഇതിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജസിലുള്ള ഒരു കണ്ടീഷനാണ് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്. എന്ന് വെച്ചാൽ റെറ്റിന ഇളകി വരുന്ന ഒരു കണ്ടീഷനാണ്. അത് അഡ്വാൻസ്ഡ് സ്റ്റേജസിലുള്ളതാണ്. ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ കാഴ്ചയും വളരെ കുറവായിരിക്കും. സോ ആ ഇളകി വരുന്ന റെറ്റിനയെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള, എന്ന് വെച്ചാൽ അതിനെ അവിടെ ഒട്ടിച്ചു നിർത്താനായിട്ടുള്ള സർജറിയാണ് ആ സ്റ്റേജിലുള്ള ട്രീറ്റ്മെന്റ് ആയിട്ടും വരുന്നത്. സോ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്, ഇത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, കുറേ നാളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും തോന്നുന്നില്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പ് ചെയ്യുക, കണ്ണിന്റെ ഞരമ്പൊന്ന് പരിശോധിപ്പിക്കുക. ഏർലി സ്റ്റേജസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച പൂർണ്ണമായും തന്നെ വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണിത്. ബട്ട് അത് ഏർലി സ്റ്റേജസിൽ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.